ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഓണത്തിനായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ടൈം 9:30 ആയിട്ടുണ്ട് കേട്ടോ. എണീറ്റു വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും നല്ല വിശപ്പായതുകൊണ്ട് ശരി കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ് പ്ലാൻ. അപ്പം ഞാനത് വഴിയെ കാണിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും. ഇവിടെ പ്ലാൻസൊന്നുമില്ല, കുറച്ച് ഗെയിംസൊക്കെ കളിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ കൊണ്ടും അമ്മനെ കൊണ്ടൊക്കെ കളിപ്പിക്കണം എന്നുണ്ട്. നോക്കാം, ഞാനെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യും. ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാനായിട്ട് ദോശയില്ലേ, തട്ടുദോശയും അതുപോലെ തന്നെ ഇഷ്ടമാണ് കേട്ടോ കറി. ഓണം വരുന്നതിന് മുന്നേ ഇഷ്ടം നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുള്ളതാണ്. ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഇഷ്ടു കറിയില്ലേ, അതും തട്ടുദോശയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫോട്ടോഷൂട്ട് കാണാം. ബൈ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിന് മുന്നായിട്ട് ഒന്ന് കടയിലേക്ക് പോകണം. അതായത് നമ്മൾ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പക്ഷേ എൻ്റെ അനിയന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയി വന്നതിന് ശേഷം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഞാനിതേ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ കുളിച്ച പോലെ ഇല്ല അല്ലേ? ആക്ച്വലി ഞാൻ മുടി ഹെയർ വാഷ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് സെറം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നലെ കുളിച്ചതുകൊണ്ട് ഇന്ന് വീണ്ടും മുടി നനയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ജസ്റ്റ് മേല് കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ മുടിയൊക്കെ നമുക്ക് സെറം വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഷോപ്പിങ്ങിന് ആദ്യം ഡ്രസ്സ് പോയി മേടിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫേസിൽ മേക്കപ്പ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെയർ സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. നിലവിലിപ്പോൾ എൻ്റെ ഫേസ് ഓക്കെയാണ്, കുഴപ്പമില്ല. മേക്കപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സെറം ഇട്ടിട്ടില്ല, ഇടണം. അപ്പോൾ ഈ ഹെയറിനെ ഇനി ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും അത് എനിക്കറിയില്ല. ഇതാണിപ്പോൾ നിലവിലെ അവസ്ഥ. കറി എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ? ഇതേ കൂന് കറിയുണ്ട്, കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മുളക് വറുത്തതുണ്ട്. ഇതെന്താ ചിപ്പി? ഉണ്ണിത്തണ്ട്. ഉണ്ണിത്തണ്ട്, വാഴൻ്റെ ഉണ്ണിത്തണ്ടില്ലേ അത്. പിന്നെ രസവും. ഇതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ്. അപ്പം നമ്മളിതേ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ്. പോകണമെന്നില്ല, വീട്ടിൻ്റെ ഈ ഒരു സൈഡൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. സാരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോയിലേക്ക് പോവാം.